സോ ഹലോ ഗൈസ്, KST ഗെയിം വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനൊരു സെർവറിലാണ്. സെർവറിൻ്റെ പേര് ടൈറ്റൻ എന്നാണ്. ഇത് ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ, കുറച്ച് നേരമായി. ഇത് ഡ്രീം ടെക്നോബിൾഡൊക്കെ നിൽക്കുന്നു. നമുക്ക് അനാർച്ചി കണ്ട സർവൈവലിലോട്ട് പോകാം. അപ്പം ഇതിപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ. എനിക്ക് ആദ്യം കയറാൻ പറ്റിയില്ല, നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് തുടങ്ങിയ സമയത്ത് കയറാൻ പറ്റിയില്ല. അയ്യോ, ഇവിടെ നൈറ്റ് ആണല്ലോ, ചാവൂ. ഓ ഷിറ്റ്. അങ്ങനെ ആദ്യത്തെ മരണം നമ്മൾ തന്നെയാണ്. ഇതിൻ്റെ IP അഡ്രസ്സും പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. സ്കൾട്ടറിനെ നെയിം ചെയ്യുന്നുണ്ട്. ഇവിടെ നിറച്ച് മോവാണ്. ഇതിനകത്ത് ഞാൻ മാത്രമേ കണ്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. ഞാൻ ലാവയൊക്കെ അവിടെ കാണുന്നു. ഇപ്പോൾ ഒന്ന് ചാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവിടെ കുഴി ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല, എന്താണെന്നറിയില്ല. എനിക്കൊന്നും ലോഡാവുന്നില്ല. കുറച്ച് ആടിനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് സെറ്റാക്കാമായിരുന്നു. എനിക്ക് നോക്കട്ടെ. ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും അനാർച്ചിയിൽ കയറിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ മാത്രമേ സർവൈവ് എടുത്തിട്ടുള്ളൂ. എനിക്ക് PvPയും കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. സ്പീഡ് റൺ അധികം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുക്കാഞ്ഞത്. അവിടെ വെട്ടം കാണുന്നു, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. മിക്കവാറും ലാവയായിരിക്കും അവിടെ. ആരെങ്കിലും കയറുവാണ്. എന്നാലും നമുക്ക് ഒറ്റയ്ക്ക് കളിച്ച് നോക്കാം. അല്ലെങ്കിൽ പ്ലെയേഴ്സൊക്കെ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ടീമൊക്കെ ആക്കാം. ഇപ്പോഴേ ആക്കേണ്ട ആവശ്യമില്ല, ആക്കാൻ പറ്റത്തില്ല. ആരും അങ്ങനെ കളിക്കാനൊന്നും വരുന്നില്ല. അതേ അവിടെ കുറച്ച് ആടിയിരിക്കുന്നു. നമുക്ക് അവന്മാരെ ഒന്ന് തട്ടിയിട്ട് ഒരു ബെഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ മോബും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇവന്മാരെ കൊണ്ടിട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ക്രീപ്പർ പൊട്ടി. അയ്യോ, 2 ഹാർട്ട്. കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ പബ്ലിക് സെർവർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ക്ലെയിം ചെയ്യാനൊക്കെ പറയും. ഇല്ല, അവന്മാർ വന്ന് നശിപ്പിച്ചാൽ ആര് സമാധാനം പറയും. അതുകൊണ്ട് ഗോൾഡ് ഷെവലൊക്കെ വെച്ചിട്ട് നമുക്ക് ലാൻഡ് ക്ലെയിം ചെയ്യാം. അങ്ങനത്തെ അടുത്ത ക്രീപ്പർ. ഇതൊക്കെ എവിടെ നിന്നാടാ വരുന്നത്? ഇതിനകത്ത് പിന്നെ അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട്. ക്രീപ്പർ പൊട്ടിയാലോ TNT വെച്ച് പൊട്ടിച്ചാലോ ഒന്നും ഐറ്റംസ് ഒന്നും അതായത് ഈ ബ്ലോക്കൊന്നും പൊട്ടിപ്പോത്തില്ല. അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻറ്റും കൂടി ഉണ്ട്. ചില സമയം അത് വലിയ ഇതാണ്. കാരണം TNT വെച്ച് പൊട്ടിക്കുമ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കേണ്ട സ്ഥലത്ത്, മറ്റേ നെതറിലൊക്കെ പൊട്ടിക്കേണ്ട അടുത്ത് പൊട്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. എന്നാലും ക്രീപ്പറൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് ലെവലാക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ. ഈ കൈ കൊണ്ട് വെച്ച് അടിക്കുന്നതുകൊണ്ടാണ് ഇവന്മാർ ചാവാത്ത പെട്ടെന്ന്. കുറച്ച് ഫുഡും കിട്ടിയിട്ടുണ്ട്. 3 വൂളും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെഡൊക്കെ ഹങ്കർ ഫുള്ളായിട്ടുണ്ട്. മരം എവിടെ? അവിടെ ഒരു ചെറിയുണ്ട്. ഇല്ല, ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആരെങ്കിലും കയറുന്നുണ്ടോ എന്ന്. ആരും ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു മരം ഇടിച്ചിട്ടിട്ട് ഒരു ബെഡ് ഉണ്ടാക്കാം. പിന്നെ ഈ വീഡിയോ ലെങ്ത്ത് കൂടാനോ കുറയാനോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഏതുവരെ കളിക്കാൻ പറ്റുമോ അത്ര നേരം ഞാനിരുന്ന് കളിക്കും. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം, അതാണ് എൻ്റെ ഒരു വില്ലേജിൻ്റെ അടുത്ത്. കാരണം കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വില്ലേജേഴ്സിനൊന്നും കിട്ടാണ്ട് വരും. ഉള്ള വില്ലേജേഴ്സിനെല്ലാം, അടുത്തുള്ള വില്ലേജേഴ്സിനെല്ലാം തട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഇതാക്കും. വില്ലേജറിന് ഡയമണ്ടിന് വിൽക്കാൻ തുടങ്ങും. ആ സമയത്തൊക്കെ നല്ല പണിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഇതന്നെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് വരുന്നത്. നമ്മൾ സാധാരണ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നത്, ഇത് റൈറ്റ് സൈഡിലൊക്കെയാണല്ലോ വരുന്നത്. എന്തേലും ആവട്ടെ. നമുക്ക് കുറച്ചും കൂടെ ഫുഡും വേണം, ഇതും വേണം. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, എനിക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ നേരമൊന്നും എടുത്തില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ഒരു 1/4 മണിക്കൂർ കളിച്ചപ്പോൾ തന്നെ എനിക്ക് സംഭവം അങ്ങ് കിട്ടി. ഞാൻ വിചാരിച്ചില്ല ഇത്ര അടുത്ത് വില്ലേജ് കാണുമെന്ന്.
അത്യാവശ്യം വലിയൊരു വില്ലേജാണ്. ഇത് ഇവിടെ ഒരു സ്നോ കാര്യങ്ങളും തൊട്ട് ബാക്കിലുണ്ട്, കണ്ടില്ലേ അവിടെ സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ഇത്രയും പെട്ടെന്ന് വില്ലേജ് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ സ്റ്റാർട്ടറായിട്ട്, അതായത് കുറച്ച് പെട്ടി അടുക്കി വെക്കണം, ഒരു ബെഡും വെക്കണം, അങ്ങനത്തെ കുറച്ച് ഫുഡിനുള്ള കുറച്ച് വകയാക്കണം. ഞാൻ ഫുഡാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. ഞാൻ വില്ലേജ് കിട്ടുമെന്ന് വിചാരിച്ചേ ഇല്ല. എന്നാൽ ഞാൻ സ്റ്റാർട്ടറായിട്ട് ബേസൊന്നും പണിയുന്നില്ല, ചെറിയൊരു സെറ്റപ്പ് അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എക്സ്റേയുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ കുറച്ച് നേരം അവിടെ നിന്നാൽ മതി, സാധനം കണ്ടോളും. ഇവിടെ പിന്നെ കുറേ വില്ലേജേഴ്സൊക്കെ ഉണ്ട്. അതെ, ഇവിടെയൊക്കെ കുറേ ഇതുണ്ട്. ഈ ജാവയ്ക്കകത്തായതുകൊണ്ട് നമുക്കധികം വില്ലേജറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ടില്ല, മറ്റേ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അധികം വില്ലേജേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലെസ് പ്ലേക്കകത്ത് കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് ഇത് കുറവാണ്, വില്ലേജേഴ്സ് കൂടുതലാണ്. ഒരു അയൺ ഫാർമ് പണിയണമെങ്കിൽ 10-30 വില്ലേജേഴ്സ് കാണും. ഇതിനകത്ത് എത്ര 3-4 ഒക്കെ മതി. ചെറിയ രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഞാനൊന്ന് കടന്നുറങ്ങിക്കോട്ടെ. കടന്നുറങ്ങി ഗൈസ്. ഞാൻ ഇതിന് മുമ്പ് കടന്നുറങ്ങിയായിരുന്നു, കാണിക്കാൻ പറ്റിയില്ല. വെച്ചവിടെ തന്നെ ഡേ ആയ. ഇവിടെ വില്ലേജേഴ്സൊക്കെ ഉണ്ട്. മാറിപ്പോടോ, ഒരെണ്ണത്തിൻ്റെ പുറകെ എത്ര പേരായത്. പിന്നെ ഇവന്മാരെ നമുക്ക് ബ്രീഡറും അയൺ ഫാർമൊക്കെ സെറ്റ് ചെയ്യുന്ന, ബ്രീഡർ പണിയുന്നതിന് അല്ലെങ്കിൽ മതി. അയൺ ഫാർമ് സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് വില്ലേജേഴ്സ് മതി. ഒരു സോംബി ഉണ്ടെങ്കിൽ പണി കഴിഞ്ഞു. അതൊക്കെ നല്ലൊരു കിടിലം ഇതാണ്. പിന്നെ നമ്മുടെ ഇന്ന് എനിക്ക് കുറച്ച് അയണും കണ്ടുപിടിക്കണം. എന്തായാലും ഞാനിന്ന് അയൺ ആർമറും ടൂളും ആവുന്നില്ല. ടൂളാവും, ആർമർ ആവുന്നില്ല. ഞാൻ ഈ വില്ലേജേഴ്സിനെ വെച്ചിട്ട് തന്നെ ഡയമണ്ട് ആർമർ ടൂളും ആവാനാണ് നിൽക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഈ മൈനിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞാൽ കണ്ട കേസ് നല്ല ലാഗുണ്ട്. അത് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്യാത്തപ്പോൾ ലാഗില്ല, റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗുണ്ട്. ഈ വില്ലേജ് കയറിയ പിന്നെ ലാഗുണ്ട്. അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് എനിക്കിത് കളിക്കാൻ. അതായത് ഒരു അയൺകോളമൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക്. ഞാൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, മറന്നുപോയി. വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടൂൾസ് മേടിക്കുന്ന കാര്യം, ആർമർ. അങ്ങനെ ചെയ്യാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു സ്റ്റാർട്ടറായിട്ട് എന്തെങ്കിലുമൊക്കെ പണിതിട്ട് ചെറിയൊരു ലാൻഡും ക്ലെയിം ചെയ്ത് അവിടുന്ന് എൻ്റെ ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നമുക്ക് വെക്കാം. ഞാൻ ഈ വീട്ടിനകത്തൊന്നും കയറിയില്ല, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. കുറച്ച് ഐറ്റംസ് ഉണ്ട്. ബ്രെഡ് കിട്ടി. ഇനിയിപ്പോൾ ഫുഡായി. ബ്രെഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ കണക്കല്ലേ. ഇതും കിട്ടി, ആപ്പിളും കിട്ടി. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ പെട്ടി അടക്കം ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകും. അതൊക്കെ അത്രയേ ഉള്ളൂ. നമുക്കിനിയിപ്പോൾ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഫുഡില്ലാണ്ട് ഇങ്ങനെ ഹങ്കർ കുറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ ഹെവിയിൽ കിട്ടി. അതിന് ബ്രെഡ് ആക്കണ്ടേ. ഇത് എന്തായാലും കിട്ടിയത് നന്നായി. നമുക്ക് വേണ്ടേ നമുക്ക് ഊളല്ലാണ്ട് തന്നെ വേറെ ആക്കാം. ഇത് നമുക്ക് എന്താ ചെയ്യുക, അപ്പുറത്തേക്ക് പോവാം. ഞാൻ അപ്പുറം കേട്ടോ വെക്കുന്നത്. നമുക്കവിടെ നോക്കാം സ്ഥലം ഉണ്ടോയെന്ന്. ഗൈസ് അവിടെയല്ല മറ്റേ ഇത് കാണുന്ന സ്പ്രൂസ്, ഞാനത് പോയി എടുക്കട്ടെ. വരുന്നു, ഞാനിപ്പോൾ അത് പോയി എടുത്തിട്ട് വരാം. ഞാനൊരു മരം വെട്ടി എനിക്ക് അതിൽ നിന്ന് 2 സാപ്ലിങ്ങും കിട്ടി. ഇവിടെ കുറച്ച് പ്ലെയിനായിട്ട് കിടപ്പുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് ഇത് ആക്കാം. എന്നതാ ഈ സ്ഥലം ഇതാക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ പെട്ടി വെച്ചിട്ട്, ഇവിടെ കുഴപ്പമില്ലാത്ത സ്ഥലം. ഇവിടെ പിഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡിനും വലിയ ക്ഷാമമില്ല. ഞാൻ എൻ്റെ പെട്ടി എടുത്തിട്ടുണ്ട്. പെട്ടി ഇവിടെ വെക്കാം നമുക്ക് തൽക്കാലം. ക്ലെയിം ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇതും. ചെസ്റ്റ് വെച്ചാൽ ക്ലെയിം ആവുമായിരുന്നു, അതെനിക്കറിയില്ല കേട്ടോ. അതൊരു പുതിയൊരു ഇതായിരുന്നു, അറിവായിരുന്നു. ഞാൻ വെച്ച് ഷവ്വൽ വെച്ച് തന്നെ, ഈ ഗോൾഡൻ ഷവ്വൽ വെച്ചിട്ട് തന്നെ
ഇത് ക്ലെയിം ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ എന്തായാലും നന്നായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ഗൈസ്.